ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജിജോ. ഡിസംബർ മാസത്തിലെ പൊൻപുലരിയിലെ 16-ാം ദിനത്തിൽ കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ തേടി എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അതിജീവനം. ക്രിസ്മസ് എന്നത് ജീവിതപാതയിൽ നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ദൈവസ്നേഹം ലഭിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും കടന്നു പോകാൻ കഴിയും എന്ന് ക്രിസ്മസ് പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു ജനിച്ച സാഹചര്യങ്ങൾ ഒന്നും സൗകര്യപൂർണ്ണ അല്ലായിരുന്നു. യേശുവിന്റെ ജന്മം തന്നെയാണ് അതിജീവനത്തിന്റെ ആദ്യ പാഠം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈ വാക്കുകളിൽ നിന്നാണ് മറിയത്തിന്റെ അതിജീവനം ആരംഭിക്കുന്നത്. ഗർഭം ധരിച്ച കന്യക എന്ന നിലയിൽ സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വന്നേക്കാവുന്ന കളങ്കവും അപമാനവും അറിയാമായിരുന്നിട്ടും ദൈവിക പദ്ധതി ഏറ്റെടുക്കാൻ മറിയം തയ്യാറായി. ജനസംഖ്യാ കണക്കെടുപ്പ് കാരണം ഗർഭിണിയായ അവസ്ഥയിൽ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതെ ദൂരെ യാത്ര ചെയ്ത് ബെത്ലഹേം എത്തുകയും അവിടെ താമസിക്കാൻ സ്ഥലം ലഭിക്കാതെ പുൽക്കൂട്ടിൽ ദൈവപുത്രന് ജന്മം നൽകേണ്ടി വന്നു. കർത്താവിന്റെ രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്റെ മകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തായിരിക്കും എന്ന ആകുല ചിന്ത മറിയത്തിനും ജോസഫിനും ഉണ്ടായിരുന്നു. പ്രതിബന്ധങ്ങൾ ഏറെ വന്നെങ്കിലും ദൈവവചനം കേൾക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തതിനാൽ മറിയത്തിനും ജോസഫിനും അവയെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞു. ഈ അതിജീവനം അവർക്ക് ലഭിച്ച കൃപ മാത്രമല്ല, ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തിന്റെ ഫലമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രതിബന്ധങ്ങൾ നാളെയുടെ അനുഗ്രഹങ്ങളായി മാറും. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണം വഴി അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ തേടി എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.